ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് 12 NIOSനകത്ത് ചാപ്റ്റർ 12, അതായത് സ്റ്റഡി മെറ്റീരിയലിൽ ഇത് 16th ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ പേര് ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് എന്നാണ്. അത് എഴുതിയിരിക്കുന്നത് സൈഗ്രൻ ശ്രീവാസ്തവയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ നേരത്തെ കേട്ടതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ചാപ്റ്ററിന് 4 സെക്ഷൻസ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ സെക്ഷനായിരുന്നു നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഈ കഥയിൽ കാണുന്നത് ആരാധന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ലൈഫാണ് ഈ കഥയിൽ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആരാധന ഒരു വളരെ നല്ല ഡാൻസറാണ്. അപ്പോൾ ആരാധനയുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസം, അതായത് ആരാധന ഇനോഗ്രൽ ഡാൻസ്, അവരുടെ ഡാൻസ് സ്കൂളിൻ്റെ ഇനോഗ്രൽ ഡാൻസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആ സമയത്ത് ആരാധനയ്ക്ക് വളരെ ഡിപ്രസിങ് ആയിട്ടുള്ള ഒരു ഷോക്കിംഗ് ന്യൂസ് കേൾക്കുകയാണ്. അതായത് ആരാധന അഡോപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ എടുത്തു വളർത്തിയ ഒരു കുട്ടിയായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കഥ ആരാധനയുടെ സിസ്റ്റർ സിമ്മി പറയുന്നതായിട്ടാണ് നമ്മൾ ഈ കഥ കാണുന്നത്. അപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് സെക്ഷൻ 2-നകത്ത് 2-ൻ്റെ തുടക്ക ഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ വായിച്ച പാരഗ്രാഫ് ഒന്നും കൂടി ഞാൻ വായിക്കാം. Adopted child, Aradhana, an adopted child. I stared at her, our eyes locked, and I held out a hand that didn't quite reach Aradhana. Like Aunt Pramila's poisoned words, my arm hung suspended in the mid-air. അപ്പോൾ നമ്മൾ കണ്ടതാണ് ഇതിനകത്ത് ആണ്ട് പ്രമീള എന്ന് പറയുന്ന ലേഡി അവരുടെ വിഷം നിറഞ്ഞ വാക്കുകൾ പോലെ തന്നെ സിമ്മി ആരാധനയ്ക്ക് വേണ്ടി നീട്ടിയ കൈ, ആ വിഷം നിറഞ്ഞ വാക്കുകൾ എങ്ങനെയാണോ ആ അന്തരീക്ഷത്തിൽ തങ്ങി നിന്നത്, അതുപോലെ തന്നെ കൈ അവിടെ വായുവിൽ തങ്ങി നിന്നു എന്നാണ് സിമ്മി പറയുന്നത്. സിമ്മിക്ക് തൻ്റെ സഹോദരിയെ എത്തിപ്പിടിക്കാൻ പറ്റിയില്ല. ഐ ഫീൽ എ സിക്കനിങ് വേവ് pull me off the ground from somewhere, from a cloud of mist and fog. My grandmother's voice reached me. ആ സമയത്താണ് മുത്തശ്ശിയുടെ ശബ്ദം കേൾക്കുന്നത്. Let Sunita tell her it doesn't have to be you. And now not another word. Pramila, I forbid you to utter another word. അപ്പം മുത്തശ്ശി പ്രമീളയെ ചീത്ത പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ലെറ്റ് സുനിത ടെൽ ഹർ, സുനിത പറയട്ടെ. സുനിത എന്ന് പറയുന്നത് അമ്മയാണ്, അതായത് ആരാധനയുടെയും സിമ്മിയുടെയും അമ്മയാണ് സുനിത. സുനിത പറയട്ടെ, ഇറ്റ് ഡസൻ ഹാവ് ടു ബി യു, നീ അത് പറയേണ്ട ഒരു ആവശ്യവുമില്ല. ആൻഡ് നൗ നോട്ട് അനദർ വേർഡ്, ഇനി ഒരു അക്ഷരം നീ മിണ്ടരുത്. പ്രമീള, ഐ ഫോർബിഡ് യു ടു അട്ടർ അനദർ വേർഡ്. ഫോർബിഡ് എന്ന് പറഞ്ഞാൽ വിലക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, ഞാൻ നിന്നെ വിലക്കുകയാണ്, ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. ഇറ്റ് ഈസ് ടു ലേറ്റ് നൗ, ഐ വാണ്ടഡ് ടു സ്ക്രീം. ടു ലേറ്റ്, look at what you have done. But I couldn't struggle out of the fog that enveloped me, imprisoned me. അപ്പോൾ നമ്മുടെ സിമ്മി പറയാണ്, ഇറ്റ് ഈസ് ടു ലേറ്റ് നൗ, വളരെ വൈകിപ്പോയി. അവൾക്ക് കരയണമെന്ന് തോന്നി. ടു ലേറ്റ്, ലുക്ക് അറ്റ് വാട്ട് യു ഹാവ് ഡൺ, എന്താണ് നടന്നിരിക്കുന്നത്. ബട്ട് ഐ കുഡിൻറ്റ് സ്ട്രഗിൾ ഔട്ട് ഓഫ് ദ ഫോഗ് ദാറ്റ് എൻവലപ്പ് മീ. അപ്പോൾ സിമ്മിക്ക് അനുഭവപ്പെടുന്നത് തൻ്റെ ചുറ്റും ഒരു മൂടൽമഞ്ഞ്, കട്ടി കൂടിയ ഒരു മൂടൽമഞ്ഞ് നിറഞ്ഞിരിക്കുന്നതായിട്ടാണ് സിമ്മിക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവൾക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല. ആരാധന, അവൾ വിളിക്കുകയാണ്, ആരാധന. ഷീ ഡിഡ്ന്റ് ഹിയർ മീ, സിമ്മി പറയുന്നതൊന്നും ആരാധന കേൾക്കുന്നില്ല. ഷീ സ്റ്റുഡ് ഇൻ ഫ്രോസൺ ഡെസ്പെയർ. ഡെസ്പെയർ എന്ന് പറഞ്ഞാൽ നിരാശ എന്നാണ് അർത്ഥം. അപ്പോൾ ആരാധന ഒരു ഫ്രോസൺ ഡെസ്പെയർ, അല്ലെങ്കിൽ തണുത്തുറഞ്ഞ നിരാശയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സ്ക്രീമിങ് എ ഗ്രേറ്റ് സൈലൻറ്റ് സ്ക്രീം, അവൾ കരയുന്നില്ല, ഒരു സൈലൻറ്റ് സ്ക്രീമായിട്ടാണ് അത് അനുഭവപ്പെട്ടത്. സ്ക്രീം എന്ന് പറഞ്ഞാൽ അലറി കരയുക എന്നാണ് അർത്ഥം. പക്ഷെ കരയുന്നില്ല, പക്ഷേ അവളുടെ സൈലൻസ് തന്നെ ഒരു അലറി കരച്ചിലായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഫുൾ ഓഫ് പെയിൻ, വളരെയധികം വേദനയോട് കൂടിയിട്ടാണ് ആരാധന നിൽക്കുന്നത്. ആരാധന ഐ ഷൂക്ക് ഹർ ബൈ ഹർ ഷോൾഡേഴ്സ്. അപ്പോൾ സിമ്മി ആരാധനയുടെ തോളി പിടിച്ചിങ്ങനെ കുലുക്കുകയാണ്, ആരാധന എന്ന് വിളിച്ചുകൊണ്ട്. ദാദിമ,
ഐ ക്രൈഡ് ഹെൽപ്ലെസ്ലി കം ക്വിക്ക്ലി. അപ്പോൾ സിമ്മി മുത്തശ്ശിയെ വിളിക്കുകയാണ്, മുത്തശ്ശി എന്ന് പറഞ്ഞ് കരയാണ്. കം ക്വിക്ക്ലി, വേഗം ഇവിടെ വരൂ എന്ന് പറഞ്ഞ് സിമ്മി ഇങ്ങനെ കരയാണ്. അപ്പോൾ അടുത്ത് നമ്മൾ കാണുന്നത് നമ്മുടെ മുത്തശ്ശി വരികയാണ്. ഗ്രാൻഡ് മദർ കെയിം വോബ്ലിംഗ് ഓൺ ഹെവി ഫീറ്റ്. അപ്പോൾ നമ്മൾ കണ്ടതാണ് നമ്മുടെ മുത്തശ്ശിക്ക് റുമാറ്റിസം ഉണ്ട്, അല്ലെങ്കിൽ വാദമുണ്ട്. അപ്പോൾ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയാണ് നടക്കുന്നത്. അപ്പോൾ വോബ്ലിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നടക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ആ രീതിയിൽ മുത്തശ്ശി എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി വേഗത്തിൽ അവരുടെ ഈ അസുഖം ഉള്ളത് കൊണ്ട് തന്നെ വോബ്ലിംഗ് ഹെർ ഹെവി ഫീറ്റ്, ഫൂട്ടിൻ്റെ പ്ലൂറലാണ് ഫീറ്റ്. അപ്പോൾ അവർ വളരെ കഷ്ടപ്പെട്ട് ആ ഭാരമുള്ള കാലും എടുത്ത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് കടന്നു വന്നു. വാട്ട്സ് ദ മാറ്റർ ഷീ ആസ്ക്ഡ്. അപ്പോൾ മുത്തശ്ശി ചോദിച്ചു, എന്ത് പറ്റി? വാട്ട്സ് ദ മാറ്റർ ഷീ റിപ്പീറ്റഡ്. മുത്തശ്ശി വീണ്ടും വീണ്ടും ചോദിച്ചു. ആരാധന, ഫോർ ഹെവൻസ് സേക്ക് സ്പീക്ക് അപ്പ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, ആരാധന, ദൈവത്തെ ഓർത്ത് ഒന്ന് പറയൂ, എന്താ സംഭവിച്ചത്? ബട്ട് ദ സൈലന്റ് സ്ക്രീം കണ്ടിന്യൂഡ് ഓൾദോ ഹെർ ലിപ്സ് വെർ ക്ലോസ്ഡ്. എന്നാൽ ആ ഒരു സൈലന്റ് സ്ക്രീം, അവൾ കരയുന്നില്ല, അവളുടെ ചുണ്ടുകൾ അടച്ചാണ് വെച്ചിരിക്കുന്നത്, പക്ഷേ അവൾ യഥാർത്ഥത്തിൽ കരയുകയാണ്. മൈ ഗ്രാൻഡ് മദർ ഫ്ലാപ്ഡ് അറൗണ്ട് ഹെർ. ഗ്രാൻഡ് മദർ അവളുടെ ചുറ്റും ഇങ്ങനെ കൈകൊണ്ട് പൊതിഞ്ഞു. ആൻഡ് പ്രമീള ഡിഡ് ടു. ആൻഡ് പ്രമീളയും അടുത്ത് വന്ന് നിന്നു. മിസ്സസ് കോത്താരി, ദ പ്രിൻസിപ്പൽ ആൻഡ് സ്റ്റുഡൻസ് ഓഫ് ദ ഡാൻസ് സ്കൂൾ wanted to know what was wrong. അപ്പോൾ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ മിസ്സസ് കോത്താരിയും അവിടുത്തെ മറ്റ് സ്റ്റുഡൻസും എല്ലാം ഇത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും എന്താ പ്രശ്നമെന്ന് അന്വേഷിച്ച് എല്ലാവരും അവിടെ നിൽക്കുകയാണ്. വിത്ത് എ ഹോപ്പ്ലെസ് ക്രൈ ഐ ഫ്ലങ് മൈ ആംസ് അറൗണ്ട് ആരാധനാസ് നെക്ക് ആൻഡ് വെപ്റ്റ്. അപ്പോൾ വളരെ ഹോപ്പ്ലെസ്, അതായത് പ്രതീക്ഷയറ്റ ഒരു കരച്ചിലോടുകൂടി സിമ്മി അവളുടെ കൈകൾ ആരാധനയുടെ കഴുത്തിന് ചുറ്റി പിടിച്ചുകൊണ്ട് അവൾ കരയാൻ തുടങ്ങി. ഫ്ലങ്, FLUNG, ഫ്ലങ് എന്ന് പറഞ്ഞാൽ FLING, ഫ്ലിങ്ങിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഫ്ലിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എറിയുക എന്നാണ് അർത്ഥം, അതായത് കൈ ചുറ്റിപ്പിടിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത സെൻറ്റൻസ്, ഇറ്റ് ഈസ് നോട്ട് ട്രൂ ആരാധന, ഇറ്റ് ഈസ് നോട്ട് ട്രൂ ഐ സോബ്ഡ്. അപ്പോൾ സിമ്മി പറഞ്ഞു, കേട്ടതൊന്നും സത്യമല്ല ആരാധന എന്ന് പറഞ്ഞ് അവൾ കരയുകയാണ്. സോബ് എന്ന് പറഞ്ഞാൽ കരയുക എന്നാണ് അർത്ഥം. അടുത്ത പാരഗ്രാഫ്, ആരാധന ഫ്രീഡ് ഹെർസെൽഫ് ഫ്രം മൈ എംബ്രേസ്. അപ്പോൾ ആരാധന എന്ത് ചെയ്തു? സിമ്മിയുടെ എംബ്രേസ് എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടുത്തം. ആ കെട്ടിപ്പിടുത്തത്തിൽ നിന്നും അവൾ സ്വന്തമായിട്ട് ഫ്രീ ആയി. She stared at Aunt Pramila and she asked ദാദിമ. ആരാധന ആണ്ട് പ്രമീളയ്ക്ക് നേരെ ഇങ്ങനെ തുറിച്ചു നോക്കി. എന്നിട്ട് അവൾ ദാദിമയോട് ചോദിച്ചു, ഇസ് ഇറ്റ് ട്രൂ? ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? ഇസ് വാട്ട് ട്രൂ ചൈൽഡ്? മൈ ഗ്രാൻഡ് മദർ ഫോൾട്ടേഡ്. അപ്പോൾ ഗ്രാൻഡ് മദർ പറഞ്ഞു, എന്ത് സത്യമാണോ എന്നാണ് നീ ചോദിക്കുന്നത്? ഫോൾട്ടർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ പതറിയ ശബ്ദത്തിൽ പറയുക എന്നാണ്. പതറിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞു, എന്താണ് നിനക്ക് അറിയേണ്ടത്? എന്ത് സത്യമാണോ എന്നാണ് നീ ചോദിക്കുന്നത്? അടുത്ത സെൻറ്റൻസ്, ഹർ ഐസ് ഫുൾ ഓഫ് മിസറി. മുത്തശ്ശിയുടെ കണ്ണിലാകെ നിരാശയാണ്. ഈസ് വാട്ട് ട്രൂ? എന്ത് സത്യമാണെന്നാണ് നീ ചോദിക്കുന്നത്? വാട്ട് ആൻഡ് പ്രമീള സെഡ് ഐ വോണ്ട് ടു ഹിയർ ദ ട്രൂത്ത്. അപ്പോൾ പ്രമീള ആൻറ്റി പറയുകയാണ്, സത്യമാണ് ഇവിടെ കേൾക്കേണ്ടത്. ഓൾ റൈറ്റ് മൈ ഗ്രാൻഡ് മദർ ട്രെമ്പിൾഡ്. വിറയലോടുകൂടി മുത്തശ്ശി പറഞ്ഞു, ശരി. ചൈൽഡ് ഡോണ്ട് ഗെറ്റ് സോ അപ്സെറ്റ്, ഡോണ്ട്. അപ്പോൾ മുത്തശ്ശി ആരാധനയോട് പറയുകയാണെങ്കിൽ നീ ഇത്രയധികം അപ്സെറ്റ് ആവരുത്, സമാധാനിക്കൂ. ദ ട്രൂത്ത് ഗ്രാൻഡ് മദർ. ആരാധന വീണ്ടും പറഞ്ഞു, എനിക്ക് സത്യം അറിയണം. ഓൾ റൈറ്റ് ടേണിംഗ് ടു മീ ഷീ വിസ്പേർഡ് ഏർജൻ്റ്ലി. അപ്പോൾ മുത്തശ്ശി സിമ്മിയെ നോക്കിയിട്ട് പറഞ്ഞു, ഗെറ്റ് യുവർ മദർ ചൈൽഡ്, പോയി നിൻ്റെ അമ്മയെ വിളിച്ചിട്ട് വരൂ. ഗെറ്റ് ഹെർ ക്വിക്ക്ലി, വേഗം പോയി സുനിതയെ വിളിച്ചിട്ട് വരൂ, അതായത് അമ്മയെ വിളിച്ചിട്ട് വരൂ. ഐ ഷോൾഡേർഡ് മൈ വേ ത്രൂ ദ ക്രൗഡ് ഓഫ് സൈലൻറ്റ് ഓൺലുക്കേഴ്സ്. അപ്പോൾ സിമ്മി ആ കാഴ്ചക്കാരുടെ ഇടയിൽ കൂടി ഇങ്ങനെ, ഷോൾഡേർഡ് എന്ന് പറഞ്ഞാൽ ഷോൾഡർ കൊണ്ട് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നു പോയി, അമ്മയെ അന്വേഷിച്ചാണ് പോകുന്നത്. വെൻ ഐ റീച്ച്ഡ് ദ ഡോർ ഐ ഹേർഡ് മൈ സിസ്റ്റേഴ്സ് വോയിസ്. എന്നിട്ട് സിമ്മി
ആ വാതിലിലേക്ക് വരുന്ന സമയത്ത് ആരാധനയുടെ ശബ്ദം കേൾക്കുകയാണ്. ഐ ഹേർഡ് മൈ സിസ്റ്റേഴ്സ് വോയിസ് ടോൺ വിത്ത് ഗ്രീഫ്. അതായത് ടോൺ എന്ന് പറഞ്ഞാൽ ടെയർ, TEAR, ടെയർ, അതായത് കീറുക. ആ ഒരു വേർഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ടോൺ. അപ്പോൾ അതായത് തകർന്ന ശബ്ദത്തിൽ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തകർന്ന, ഗ്രീഫ് എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം. ദുഃഖം നിറഞ്ഞ് തകർന്ന ആരാധനയുടെ ശബ്ദം സിമ്മിയുടെ ചെവിയിൽ വന്ന് അടിക്കുകയാണ്. ലീവ് മീ അലോൺ, ലീവ് മീ അലോൺ, ഓൾ ഓഫ് യു. ഓ വൈ ഡോണ്ട് യു ലീവ് മീ അലോൺ. അപ്പോൾ ആരാധന പറയാണ്, എല്ലാവരും എന്നെ ഒന്ന് വിടൂ, എന്നെ ഒന്ന് വെറുതെ വിടൂ, എന്താണ് നിങ്ങൾ എന്നെ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്നത്, മാറൂ എന്നൊക്കെ പറഞ്ഞ് ആരാധന ഇങ്ങനെ ബഹളം കൂട്ടുകയാണ്. അപ്പോൾ ഇതോടുകൂടി സെക്ഷൻ 2 അവസാനിക്കുകയാണ്. അടുത്തത് സെക്ഷൻ 3 ആണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് മേക്സ് എ മദർ ലവ് ഹെർ ചൈൽഡ്. എന്തുകൊണ്ടാണ് ഒരു അമ്മ തൻ്റെ കുട്ടിയെ സ്നേഹിക്കുന്നത്? ഡസ് ഷീ ലവ് ഹെർ ചൈൽഡ് ബിക്കോസ് ഷീ ഗിവ്സ് ബർത്ത് ടു ഇറ്റ്. ഒരമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്നത് കൊണ്ട് മാത്രമാണോ ഒരമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്? ഓർ ബിക്കോസ് ഷീ കെയർസ് ഫോർ ഇറ്റ്. ഓർ അല്ലെങ്കിൽ അമ്മ ആ കുഞ്ഞിനെ കെയർ ചെയ്യുന്നത് കൊണ്ടാണോ അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്? ദാറ്റ് ഈസ് ഷെയർസ് ദ ചൈൽഡ്സ് ജോയ്സ് ആൻഡ് സോറോസ് ഓവർ ദ ഇയേഴ്സ്. വർഷങ്ങൾ കൊണ്ട് ഒരു കുഞ്ഞിൻ്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടാണോ ഒരമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്? വാട്ട് ഡസ് ആരാധനാസ് മദർ ബിലീവ്. ആരാധനയുടെ അമ്മ എന്താണ് വിശ്വസിച്ചിരിക്കുന്നത്? ഇതൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണാം. അപ്പോൾ സെക്ഷൻ 3 സ്റ്റാർട്ട് ചെയ്യുകയാണ്. വിത്തിൻ സെക്കൻഡ്സ് ഐ റിട്ടേൺഡ് വിത്ത് മൈ മദർ ടു ദ മേക്കപ്പ് റൂം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സിമ്മി അമ്മയും കൂട്ടി ആ ഒരു മേക്കപ്പ് റൂമിലേക്ക് വന്നു. ബട്ട് ആരാധന വാസ് നോട്ട് ദർ. എന്നാൽ ആരാധനയെ അവിടെ കണ്ടില്ല. വെർ ഈസ് ഷീ ആസ്ക്ഡ് മൈ മദർ. അമ്മ ചോദിച്ചു, അവൾ എവിടെ? വാട്ട് ഹാപ്പൻഡ്. എന്താ പറ്റിയത്? ആൺ പ്രമീലാസ് ഐസ് വെർ ഹാർഡ്. ആൺ പ്രമീലയുടെ കണ്ണുകൾ വളരെ രൂക്ഷമായിരുന്നു. ഷീ ലെഫ്റ്റ് ത്രൂ ദ ഡോർ സുനിത. അപ്പോൾ ആൺ പ്രമീള പറഞ്ഞു, അവൾ ഈ വാതിൽ വഴി ഇറങ്ങിപ്പോയി. സുനിത, ആൻഡ് ഇറ്റ് ഈസ് യുവർ ഫോൾട്ട്. എന്നിട്ട് ആണ്ട് പ്രമീള പറയുകയാണ്, സുനിത ഇതൊക്കെ നിൻ്റെ കുഴപ്പമാണ്. യു ഷുഡ് ഹാവ് ടോൾഡ് ദാറ്റ് ചൈൽഡ് ഏർലിയർ. നിനക്ക് ആദ്യമേ തന്നെ അവളോട് പറയാമായിരുന്നു നിന്നെ എടുത്തു വളർത്തിയതാണെന്ന്. പ്രമീള സെഡ് മൈ മദർ ഇൻ എ വോയിസ് ദാറ്റ് മെയ്ഡ് മൈ ഫ്ലെഷ് ക്രീപ്പ്. അപ്പോൾ സിമ്മി പറയാണ്, ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മ പ്രമീളയെ ഇങ്ങനെ ശക്തമായിട്ട് വിളിച്ചു. പ്രമീള എന്ന് പറഞ്ഞ് ശക്തമായിട്ട് വിളിച്ചു. ആ ശബ്ദം കേട്ടപ്പോൾ സിമ്മിയുടെ മാംസപേശികളൊക്കെ ഇങ്ങനെ ടെൻസ്ഡ് ആവുന്നത് പോലെ തോന്നി. ക്രീപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിഞ്ഞു മുറുകുന്നത് പോലെ തോന്നി എന്നാണ് അവൾ പറയുന്നത്. വാട്ട് ഡോണ്ട് യു മൈൻഡ് യുവർ ഓൺ ബിസിനസ്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, നിനക്ക് നിൻ്റെ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരെ? ഫോർ ഹെവൻസ് സേക്ക് ഹൗ കുഡ് യു ടെൽ ഹർ നൗ. ഈ സമയത്ത് നിനക്കിത് പറയാൻ നിനക്ക് എങ്ങനെ തോന്നി? പുള്ളിങ് മീ എലോൺ ഷീ ഷോട്ട് പാസ്റ്റ് ആൺ പ്രമീള ത്രൂ ദ ഡോർ ആൻഡ് ഡൗൺ ഇൻ ടു ദ ബാക്ക് യാർഡ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മ പ്രമീള ഇങ്ങനെ ഉന്തി മാറ്റിയിട്ട് ആ ഡോറ് വഴി സ്റ്റേജിൻ്റെ ബാക്ക് യാർഡിലേക്ക്, അതായത് സ്റ്റേജിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് പോയി. ആൻഡ് ദർ വി സ്റ്റുഡ് ഓൺ ദ പെബിൾഡ് ഗ്രൗണ്ട്. പെബിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉരുണ്ട കല്ലുകൾ നിറഞ്ഞ ആ ഒരു സ്ഥലത്ത് അവർ എത്തി. സ്കാനിങ് ദ എംപ്റ്റി യാർഡ് ഹെൽപ്ലെസ്ലി. ആ ഒരു യാർഡ് അല്ലെങ്കിൽ ആ ഒരു പ്രദേശം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ നിരാശയോടുകൂടി തിരയുകയാണ്, ആരാധന എവിടെ പോയി എന്ന്. ആരാധന കോൾ മൈ മദർ സോഫ്റ്റ്ലി. അമ്മ ഇങ്ങനെ ചെറിയ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വോയിസിൽ ആരാധന എന്ന് വിളിച്ചു. ദർ വാസ് നോ ആൻസർ. അതിനൊരു റിപ്ലൈയും കേട്ടില്ല. ആരാധന ഷീ ക്രൈഡ് ബിസീച്ചിങ്ലി. ബിസീച്ചിങ്ലി എന്ന് പറഞ്ഞാൽ ബെഗ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ യാചിക്കുന്ന ഒരു ശബ്ദത്തിൽ അമ്മ ആരാധനയെ വീണ്ടും വിളിച്ചു. ഡു യു ഹിയർ മീ. നീ കേൾക്കുന്നുണ്ടോ? ആരാധന ഡാർലിംഗ്, ആൻസർ മീ ദിസ് ടൈം മോർ ഡെസ്പറേറ്റ്ലി. അപ്പോൾ അമ്മ ഇങ്ങനെ നിരാശയോടുകൂടി ആരാധനയെ വിളിക്കുകയാണ്. ആരാധന, നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നീ എവിടെയാണ്? ദ സോഫ്റ്റ് വിൻഡ് ക്യാരിഡ് ഹെർ വോയിസ് അവേ ബട്ട് ബ്രോഡ് നോ റെസ്പോൺസ്. അപ്പോൾ അവിടെ വീശിക്കൊണ്ടിരുന്ന ആ ഒരു ചെറിയ കാറ്റ് അമ്മയുടെ ശബ്ദത്തെ ഇങ്ങനെ കൊണ്ടുപോയി. പക്ഷേ അതിനൊരു റിപ്ലൈയും കിട്ടിയില്ല. ആരാധന എവിടെയാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അടുത്ത സെൻറ്റൻസ്,
സെർച്ച് ഫോർ ഹർ അറ്റ് ദ ബാക്ക്, മൈ മദർ ടേൺഡ്. അപ്പോൾ അമ്മ സിമ്മിയെ നോക്കിയിട്ട് പറഞ്ഞു, ആ പുറകു ഭാഗത്തൊക്കെ അവൾ എവിടെയാണെന്ന് നോക്കൂ. ഐ വിൽ ചെക്ക് ദ കാർ പാർക്ക്, ഞാൻ കാർ പാർക്കിങ്ങിൻ്റെ അവിടെയൊക്കെ പോയി നോക്കാം. ഐ ടേൺഡ് ആൻഡ് സ്റ്റാർട്ടഡ് വാക്കിംഗ് ഇൻ എ ഡേയ്സ്. അപ്പോൾ സിമ്മി പറയുകയാണ്, ഞാൻ ഡേയ്സ്, DAZ, ഡേയ്സ് എന്ന് പറഞ്ഞാൽ അപ്സെറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ വളരെയധികം അപ്സെറ്റ് ആയിക്കൊണ്ട് ഞാൻ നടക്കാൻ തുടങ്ങി. വെൻ സഡൻലി ഐ ഹേർഡ് എ മഫിൾഡ് ക്രൈ ഫോളോഡ് ബൈ അനദർ ക്രൈ. അപ്പോഴാണ് ഞാനൊരു മഫിൾഡ് എന്ന് പറഞ്ഞാൽ അടക്കി പിടിച്ച ഒരു കരച്ചിൽ കേൾക്കുന്നത്. ആ കരച്ചിലിന് മേലെ മറ്റൊരു കരച്ചിൽ, ഫിയേഴ്സ്, ഫുൾ ഓഫ് ഹെയ്റ്റ്. ഫിയേഴ്സ് എന്ന് പറഞ്ഞാൽ വയലൻ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ വളരെയധികം തീവ്രത നിറഞ്ഞ കരച്ചിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഐ ന്യൂ ദെൻ ദാറ്റ് മൈ മദർ ഹാഡ് ഫൗണ്ട് ഹർ. ആ കരച്ചിൽ കേട്ടപ്പോൾ സിമ്മിക്ക് മനസ്സിലായി അമ്മ ആരാധനയെ കണ്ടുപിടിച്ചു എന്ന്. ദേ സ്റ്റുഡ് അണ്ടർ എ പീപ്പിൾ ട്രീ. അപ്പോൾ നമ്മുടെ സിമ്മി തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മയും ആരാധനയും ആ ഒരു പീപ്പിൾ മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുകയാണ്. പീപ്പിൾ എന്ന് പറഞ്ഞാൽ അരയാൽ എന്നാണ് അർത്ഥം. അരയാൽ മരത്തിൻ്റെ താഴെ അവർ രണ്ടുപേരും നിൽക്കുകയാണ്. ഫേസിങ് ഈച്ച് അതർ, രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മൈ സിസ്റ്റർ, ടോൾ, ബ്രോഡ് ഷോൾഡേർഡ്, വാസ് ലുക്കിംഗ് ഡൗൺ അറ്റ് മൈ മദർ. അപ്പോൾ തൻ്റെ സഹോദരിയെ സിമ്മി കാണുന്നു. അപ്പോൾ സഹോദരിയെ അവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. അവൾ നല്ല ടോളാണ്, ബ്രോഡ് ഷോൾഡേർഡാണ്, അതായത് വിരിഞ്ഞ ചുമലുകളുള്ളവളാണ്. വാസ് ലുക്കിംഗ് ഡൗൺ അറ്റ് മൈ മദർ, അവളിങ്ങനെ അമ്മയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആരാധന പുൾഡ് ഔട്ട് ദ ഫ്ലവേഴ്സ് ഫ്രം ഹർ ഹെയർ. ആരാധന വളരെ നിരാശയോടുകൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ആരാധന ആ തലയിൽ വെച്ചിരുന്ന പൂവൊക്കെ വലിച്ച് ദൂരെ കളഞ്ഞു. ഷീ ക്രൈഡ്, എന്നിട്ട് അവൾ കരയാൻ തുടങ്ങി. യു ഡിസീവ്ഡ് മീ, യു ആൻഡ് പപ്പ, ഓൾ ഓഫ് യു, നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിച്ചു. ഐ ഹെയ്റ്റ് യു, എനിക്ക് നിങ്ങളെ ഒന്നും ഇഷ്ടമല്ല. ഐ ഹെയ്റ്റ് ഓൾ ഓഫ് യു, എല്ലാവരോടും എനിക്ക് വെറുപ്പാണ്. എവ്രിബഡി, എവ്രിത്തിങ്, എല്ലാവരോടും എനിക്ക് ദേഷ്യമാണ്. അങ്ങനെ ആരാധന ആകെ തകർന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഐ റാൻ ടുവേർഡ്സ് ഹർ. അപ്പോൾ സിമ്മി ആരാധനയുടെ അടുത്തേക്ക് ഓടിപ്പോയി. നോ ആരാധന, ഐ പ്ലീഡഡ്, ഇല്ല ആരാധന എന്ന് പറഞ്ഞ് സിമ്മി ആരാധനയോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുകയാണ്, അപേക്ഷിക്കുകയാണ്. ഡോണ്ട് സേ ദാറ്റ്, പ്ലീസ് ഡോണ്ട് സേ ദാറ്റ്, അങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞ് സിമ്മി ആരാധനയെ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണ്. ഷീ ഡിഡ് സീ മീ നോർ ഡിഡ് ഷീ ഹിയർ മീ. എന്നാൽ ആരാധന എന്നെ കണ്ടതുമില്ല, ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നുമില്ല. ഹർ ഷോൾഡേഴ്സ് ട്രെമ്പിൾഡ് ആസ് ഷീ ടേൺഡ് അവേ ഫ്രം ബോത്ത് മദർ ആൻഡ് മീ. അപ്പോൾ ആരാധനയുടെ ചുമലുകൾ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ എന്നിൽ നിന്നും അമ്മയിൽ നിന്നും അവൾ മുഖം തിരിച്ചു. ആരാധന, മൈ മദർ സെഡ് ക്വയറ്റ്ലി. ആരാധന, അമ്മ ഇങ്ങനെ വളരെ സോഫ്റ്റ് ശബ്ദത്തിൽ അവളെ വിളിച്ചു. വി ലവ് യു മൈ ചൈൽഡ് ആൻഡ് ബിലീവ് മീ. ഞങ്ങൾക്കെല്ലാവർക്കും നിന്നെ വളരെ ഇഷ്ടമാണ്, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കൂ. വി വിൽ ഓൾവേസ് ലവ് യു. നിന്നോട് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്നും സ്നേഹം തന്നെ ആണ്. യു ആർ ആർ ചൈൽഡ്. നീ ഞങ്ങളുടെ കുട്ടിയാണ്. ഫോർ ഓൾമോസ്റ്റ് 18 years ഐ ഹാവ് കെയർഡ് ഫോർ യു. 18 വർഷമായിട്ട് ഞാൻ നിന്നെ നോക്കി വളർത്തുകയാണ്. ഐ ഹാവ് ലാഫ്ഡ് വിത്ത് യു ആൻഡ് ഐ ഹാവ് ക്രൈഡ് ഫോർ യു. നിന്നോടൊപ്പം ഞാൻ ചിരിക്കുകയായിരുന്നു, നീ കരയുമ്പോൾ ഞാൻ കരയുകയായിരുന്നു. ഐ ഹാവ് ഗിവൺ യു 18 years ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ 18 വർഷങ്ങൾ ഞാൻ നിനക്ക് തന്നിരിക്കുകയാണ്. ഡോണ്ട് യു തിങ്ക് ദാറ്റ് കൗണ്ട്സ് മോർ ദാൻ ബീങ് ക്യാരിഡ് 9 months ഇൻസൈഡ് മൈ വൂം. അപ്പോൾ ഈ ഒരു 18 വർഷം എന്ന് പറയുന്നത് 9 മാസം ഗർഭപാത്രത്തിൽ കിടക്കുന്ന ആ ഒരു കാലയളവിനെക്കാട്ടിലും കുറവാണെന്നാണോ നീ പറയുന്നത്? WOMB, ആ വേർഡിൻ്റെ പ്രൊനൗൺസിയേഷൻ വൂം എന്നാണ്, അതിൻ്റെ അർത്ഥം ഗർഭപാത്രം എന്നാണ്. ടെൽ മീ ഡിയർ. അപ്പോൾ അമ്മ പറയുകയാണ്, ആ 9 മാസമാണോ നിനക്ക് പ്രധാനം? 18 വർഷം അതിനേക്കാളും കൂടുതലല്ലേ? ദർ വാസ് നോ ആൻസർ. എന്നാൽ ആരാധന ഒന്നും പറഞ്ഞില്ല. ആരാധന എൻട്രീറ്റഡ് മൈ മദർ സോഫ്റ്റ്ലി. എൻട്രീറ്റഡ് എന്ന് പറഞ്ഞാൽ പരിഗണനയോടുകൂടി വിളിച്ചു എന്നാണ്. അപ്പോൾ അമ്മ ആരാധനയെ ഇങ്ങനെ സ്നേഹത്തോടു കൂടി വിളിക്കുകയാണ്. ആൻസർ മീ,
അപ്പോൾ അമ്മ പറയാണ്, ഉത്തരം പറയൂ, നിനക്ക് ഞാൻ നിൻ്റെ സ്വന്തം അമ്മ ആവാത്തതാണോ നിനക്ക് പ്രശ്നം? ആ ഒരു 9 മാസത്തെ ഗർഭപാത്രത്തിൽ കിടക്കാൻ പറ്റാത്തതാണോ നിൻ്റെ പ്രശ്നം? 18 വർഷം നിനക്ക് യാതൊരു വിലയുമില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആരാധന പറയുകയാണ്, ഐ ഡോണ്ട് നോ സോ മൈ സിസ്റ്റർ. ആരാധന, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. ഷീ ബറീഡ് ഹെർ ഫേസ് ഇൻ ഹെർ ഹാൻഡ്സ് ആൻഡ് ഓൾ ഐ കുഡ് ഹിയർ വാസ് the smothered echo and her baffled cry. അപ്പോൾ ആരാധന ഇങ്ങനെ തൻ്റെ മുഖം കൈകൾക്കുള്ളിൽ മറച്ചു വെച്ചുകൊണ്ട്, അതായത് മുഖം പൊത്തി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിമ്മിക്ക് കേൾക്കാൻ കഴിയുന്നത്, ആൻഡ് ഓൾ ഐ കുഡ് ഹിയർ വാസ് ദ സ്മോതേഡ് എക്കോ. സ്മോതേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശ്വാസം മുട്ടുന്ന തരത്തിലുള്ള ആ ഒരു കരച്ചിലിൻ്റെ എക്കോയിങ് ശബ്ദവും ഹെർ ബാഫിൾഡ് ക്രൈ, അടക്കി പിടിച്ചിട്ടുള്ള അവളുടെ കരച്ചിൽ മാത്രമേ സിമ്മിക്ക് കേൾക്കാൻ കഴിയുന്നുള്ളൂ. നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഐ ഡോണ്ട് നോ, എനിക്കൊന്നും അറിയില്ല. ബട്ട് ഐ നോ സെറ്റ് മൈ മദർ ക്വയറ്റ്ലി. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ എനിക്കറിയാം. ആൻഡ് പപ്പ ആൻഡ് സിമ്മി നോ, പപ്പയ്ക്കറിയാം, നിൻ്റെ സഹോദരി സിമ്മിക്കറിയാം. ഐ നോഡഡ് വിഗറസ്ലി. അപ്പോൾ സിമ്മി വളരെ വിഗറസ് അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് ഇങ്ങനെ തലകുലുക്കി. ലുക്ക് ഡാർലിംഗ്, ലുക്ക് അറ്റ് ദിസ് നെക്ലസ്. അമ്മ അപ്പോഴത്തേക്കും ആ ഒരു ബോക്സിൽ നിന്ന് ഒരു നെക്ലസ് പുറത്തെടുത്തു. എന്നിട്ട് അമ്മ പറയാണ്, നോക്കൂ മോളെ, ഈ നെക്ലസ് നീ ഒന്ന് നോക്കൂ. പപ്പ ആൻഡ് ഐ ബോട്ട് ഇറ്റ് ഫോർ യു. ഞാനും പപ്പയും കൂടി ഈ ഒരു നെക്ലസ് നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. വി വോണ്ട് യു ടു വെയർ ഇറ്റ് ടുഡേ. ഇന്നത്തെ ദിവസം നീ ഇത് ധരിച്ചുകൊണ്ട് സ്റ്റേജിൽ കയറണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ദിസ് ഈസ് ജസ്റ്റ് വൺ വേ ഓഫ് ടെല്ലിങ് യു ഹൗ മച്ച് വി ലവ്ഡ് യു. നിന്നോട് ഞങ്ങൾക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് കാണിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഞങ്ങൾ ഇത് നിനക്ക് തരുന്നത്. ഹൗ മച്ച് വി കെയർ, ഞങ്ങൾ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞങ്ങൾ ഈ ഒരു സമ്മാനം നിനക്ക് ഈ ഒരു ദിവസം തരുന്നത്. മൈ സിസ്റ്റർ ടേൺഡ് ആൻഡ് ഫിക്സഡ് ഹെർ ഗേസ് ഓൺ ദ സ്മോൾ ബോക്സ് ഇൻ മൈ മദേഴ്സ് എക്സ്റ്റെൻഡഡ് ഹാൻഡ്. അപ്പോഴത്തേക്കും ആരാധന ഒന്ന് തിരിഞ്ഞ് ഫിക്സഡ് ഹെർ ഗേസ് എന്ന് പറഞ്ഞാൽ നോട്ടം, അമ്മയുടെ കയ്യിലുള്ള ആ ഒരു നെക്ലസിലേക്ക് അവൾ ഒന്ന് നോക്കി. ഷീ ഡിഡ്ന്റ് മൂവ്, എന്നാൽ അവൾ അവിടെ നിന്ന് അനങ്ങിയില്ല. മൈ മദർ ടുക്ക് ഔട്ട് ദ ഡെലിക്കേറ്റ് നെക്ലസ് ഫ്രം ദ ബോക്സ് ആൻഡ് പ്രസ്ഡ് ഇറ്റ് ഇൻ ടു സിസ്റ്റേഴ്സ് ഹാൻഡ്. അപ്പോൾ അമ്മ ആ ഒരു ലോലമായ, ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ലോലമായ എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഒരു ലോലമായ നെക്ലസ് എടുത്തിട്ട് ആരാധനയുടെ കയ്യിൽ ഇങ്ങനെ അമർത്തി വെച്ചു. അടുത്ത സെൻറ്റൻസ്, ഡോണ്ട് യു ഫീൽ മൈ ലവ് ഫോർ യു. നിനക്ക് എൻ്റെ സ്നേഹം നിനക്ക് മനസ്സിലാകുന്നില്ലേ? ഹൗ മച്ച് വി കെയർ, ഞങ്ങളുടെ സ്നേഹം നിനക്ക് മനസ്സിലാകുന്നില്ലേ? അതിനുശേഷം ആരാധന അമ്മ ചോദിക്കുകയാണ്, കാൺട്ട് യു ഫീൽ ഇറ്റ്, ഞങ്ങളുടെ സ്നേഹം നിനക്ക് ഒട്ടും തന്നെ അനുഭവപ്പെടുന്നില്ലേ? മൈ സിസ്റ്റർ വിംപേർഡ് പിറ്റിഫുള്ളി. അപ്പോൾ വിംപേർഡ് എന്ന് പറഞ്ഞാൽ വിതുമ്പുക എന്നാണ് അർത്ഥം. അപ്പോഴും സിസ്റ്റർ ആരാധന ഇങ്ങനെ ദയനീയമായി വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പാരഗ്രാഫ്, ആസ്ക് യുവർ സെൽഫ് സെറ്റ് മൈ മദർ. അപ്പോൾ അമ്മ പറഞ്ഞു, നീ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊന്ന് ചോദിച്ചു നോക്കൂ. ആൻഡ് ഇഫ് യു ആർ ദ ഡോട്ടർ ഐ നോ, ദ ഡോട്ടർ ഐ ലവ്, you will come back into the hall and get onto that stage and dance. നീ എൻ്റെ മകളാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അറിയുന്ന എൻ്റെ മകളാണെങ്കിൽ, നീ തിരിച്ച് ആ സ്റ്റേജിൽ വന്ന് ഡാൻസ് ചെയ്യും എന്ന് അമ്മ പറയുകയാണ്. അടുത്ത സെൻറ്റൻസ്, ബിക്കോസ് ഷീ അസേർട്ടഡ് ഫേംലി. അസേർട്ട് എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് പറയുക എന്നാണ് അർത്ഥം. അപ്പോൾ അമ്മ ഇങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞു, നത്തിങ് ഹാസ് ചേഞ്ച് ടുഡേ. ഒന്നും സംഭവിച്ചിട്ടില്ല. നത്തിങ് അറ്റ് ഓൾ, ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. മദർ ഹെൽഡ് ഹെർ ഫോർ എ മിനിറ്റ് ആൻഡ് ദെൻ ടേൺഡ് ആൻഡ് ലെഫ്റ്റ്. അമ്മ ഇങ്ങനെ കുറച്ചു നേരം അവളെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചു, എന്നിട്ട് തിരിഞ്ഞ് നടന്നുപോയി. മമ്മി ഐ ക്രൈഡ്. സിമ്മി ഇങ്ങനെ അമ്മയെ വിളിച്ചു. യു കാൻ ലീവ് ഹെർ എലോൺ, ഹെൽപ്പ് ഹെർ പ്ലീസ്. അമ്മ ഇപ്പം ഇവളെ ഇവിടെ നിർത്തിയിട്ട് പോകരുത്, അവൾ ആകെ തകർന്ന് നിൽക്കുകയാണ്, അവളെ ഒന്ന് സഹായിക്കണം. മദർ ഡിൻ ലുക്ക് അറ്റ് മീ ആസ് ഷീ ആൻസേർഡ് ഇൻ എ ഡെഡ് വോയിസ്. എന്നാൽ അമ്മ ഒരു തണുത്ത ശബ്ദത്തിൽ മറുപടി പറഞ്ഞു, ഐ കാൺ ഹെൽപ്പ് ഹെർ മോർ ദാൻ ഐ ഹാവ് സിമ്മി. എനിക്ക് ഇനി അവളെ സഹായിക്കാൻ എനിക്ക് പറ്റില്ല. നോബഡി ക്യാൻ, ആർക്കും ഇനി അവളെ സഹായിക്കാൻ പറ്റില്ല. ഷീ ഹാസ് ടു
herself see the truth. അവൾ സ്വയം മനസ്സിലാക്കണം, അവൾ സ്വയം സത്യം മനസ്സിലാക്കണം. ആൻഡ് the sooner she does it the better it is. അവൾ എത്ര പെട്ടെന്ന് സത്യം മനസ്സിലാക്കുന്നുവോ അത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നേരെയാകും. She fell silent. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആരാധന സൈലൻ്റ് ആയി. But from the way she held up her head, I knew she was crying. എന്നാൽ അവൾ സൈലൻ്റ് ആയെങ്കിലും സിമ്മിക്ക് തോന്നിയത് അവൾ ഇപ്പോഴും കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നാണ് സിമ്മിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.